ഹലോ ഗായ്സ്, വെൽക്കം ടു ബേത്തു ഡയറീസ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഹെയർ കെയർ റുട്ടീനാണ്. ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിനി. അതേപോലെ വരുന്ന കമൻറ്റ്സ് ആണ്, ഹെയർ ട്രീറ്റഡ് ആണോ, എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത്, എത്ര റേറ്റ് ആയി, എന്ത് ഹെയർ കട്ട് ആണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊക്കെയുള്ള ആൻസർ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണണം. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പം ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വെനെവർ പീപ്പിൾ സീ ലൈക്ക് ഗുഡ് ഷൈനി ഹെയർ, അല്ലെങ്കിൽ നല്ലൊരു ഹെയർ കണ്ട അധികം ആൾക്കാരും ചോദിക്കുന്നത് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത് എന്നുള്ളതായിരിക്കും. അതായത് ബൊട്ടോക്സ് ആണോ, കെരാറ്റിൻ ആണോ, അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻറ്റിന് എത്ര റേറ്റ് ആയെന്നായിരിക്കും അധികം കമൻസും, റാദർ ദാൻ ആസ്കിങ് ലൈക്ക് എങ്ങനെയാണ് മുടി ടേക്ക് കെയർ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഇപ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഒരു ബ്യൂട്ടിഫുൾ ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. അതായത് ബ്യൂട്ടിഫുൾ ഹെയറിലേക്കാണ് എല്ലാവരെയും ഫോക്കസ്, അല്ലാണ്ട് ഒരു ഹെൽത്തി ഹെയറിലേക്കല്ല. എങ്ങനെയാണ് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് മുടിക്ക് ഭംഗി കൂട്ടാം എന്നുള്ളതാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് എങ്ങനെ നമ്മളെ മുടിനെ ടേക്ക് കെയർ ചെയ്ത് നല്ലൊരു ഹെൽത്തി ഹെയർ ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതല്ല എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്റ്റൈലിംഗ് ട്രിക്സ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിരുന്നത്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെയാണ് എൻ്റെ മുടി ടേക്ക് കെയർ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു പ്രൊഫഷണൽ അഡ്വൈസോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് അഡ്വൈസോ ഒന്നും അല്ല. ഞാൻ എൻ്റെ മുടിക്ക് ചെയ്ത കാര്യങ്ങൾ, എനിക്ക് വർക്കായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് എൻ്റെ മുടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് എൻ്റെ മുടി എന്ത് ടൈപ്പാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സ്കാൽപ്പാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. എൻ്റെ മുടി എന്ന് പറയുന്നത് നോർമലി ഒരു സ്ട്രെയിറ്റ് ഹെയർ ആണ്, പക്ഷേ അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് കുറച്ചൊരു വേവി ആയിട്ട് കാണാം. സോ ഇങ്ങനെ സ്ട്രെയിറ്റും അടിയിലൊരു കേളുമാണ് എൻ്റെ മുടിക്കുള്ളത്. ആൻഡ് ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണ്. എനിക്ക് ഉള്ളു ഭയങ്കര കുറവാണ്. ആൻഡ് ഓൾസോ എനിക്ക് കുറച്ച് ഡാൻഡ്രഫ് ഉണ്ട്, വിച്ച് ഈസ് മാനേജബിൾ. അതല്ലാണ്ട് എനിക്ക് ഹെയർ ഫോൾ എന്ന് പറയാൻ അങ്ങനെ ഇല്ല, കുറവാണ്. ആൻഡ് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മുടിയെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ മുടിയെ കുറിച്ച് ഇതുപോലെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ അണ്ടർസ്റ്റാൻഡിങ് യുവർ ഹെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളെ ഹെയർ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹെയർ ഫോൾ ഭയങ്കര കുറവാണെന്നുള്ളത്. അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ഫ്രീക്വൻസി കുറച്ചു എന്നുള്ളത്. ഞാനിപ്പോൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് മാത്രമേ ഹെയർ വാഷ് ചെയ്യുന്നുള്ളൂ. എനിക്കറിയാം ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതായത് അയ്യേ തീരെ വൃത്തിയില്ല, തീരെ ഹൈജീൻ ഇല്ല, ക്ലീൻ ഇല്ല എന്നായിരിക്കും പലരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇതിപ്പോൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് എന്ന് പറയുന്നത് നോർമലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതല്ലാണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും പുറത്തു പോയി നമ്മൾ മുടി ഭയങ്കര വേർത്തു, അതേപോലെ നമ്മൾ നല്ല പൊടിയുള്ള സ്ഥലത്തേക്ക് പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വാഷ് ചെയ്യലുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇന്നലെ ഹെയർ വാഷ് ചെയ്താണെങ്കിലും നമ്മൾ ഇന്ന് ഇപ്പോൾ എന്തെങ്കിലും സ്വെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനിടയിൽ നല്ലോണം വേർത്തു എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്യലുണ്ട്. പക്ഷേ നമ്മൾ നോർമലായിട്ടുള്ള ഡേയ്സ്, അങ്ങനെ പൊല്യൂഷനോ അല്ലെങ്കിൽ വേർക്കാത്തൊരു ദിവസം ഞാൻ വെറുതെ എൻ്റെ ഹെയർ വാഷ് ചെയ്യലില്ല. അത് കാരണം എൻ്റെ മുടി കൊഴിയുന്നത് ഭയങ്കരത്തിൽ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഭയങ്കരത്തിൽ കുറഞ്ഞു. നിങ്ങൾക്കിപ്പോൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ സമാധാനം ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷേ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതിന് പകരം 2 ദിവസത്തിലൊരിക്കൽ ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലാണ്ട് വീക്ക്ലി വൺസോ ട്വൈസോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി ട്രൈ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഹെയർ വാഷിന് മുമ്പ് എൻ്റെ ഹെയർ നല്ലപോലെ ഓയിൽ ചെയ്യും. ഞാൻ നോർമലായിട്ടുള്ള കൊക്കനട്ട് ഓയിലാണ് ഹെയറിലും അപ്ലൈ ചെയ്യൽ. അപ്പം ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പോ കൊക്കനട്ട് ഓയിൽ നല്ലപോലെ തലയിൽ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും ഹെയർ വാഷ് ചെയ്യുന്നത്. ചില സമയത്ത് ഞാൻ എൻ്റെ കൊക്കനട്ട് ഓയിൽ ചെറുതായിട്ട് ചൂടാക്കുകയും ചെയ്യും. ചൂടാക്കിയതിന് ശേഷമായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ ഓയിലിൻ്റെ എല്ലാ ബെനിഫിറ്റ് നമ്മളെ മുടിക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം എല്ലാ സമയത്തും ചെയ്യില്ലെങ്കിലും വല്ലപ്പോഴും ഞാൻ എൻ്റെ എണ്ണ ചൂടാക്കിയിട്ടായിരിക്കും തലയിൽ, സ്ലൈറ്റ്ലി ചൂടാക്കിയിട്ടായിരിക്കും തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ മസാജ് ചെയ്താൽ നല്ലതാണെന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മുടി ഓയിൽ ചെയ്യാണ്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആവും. എനിക്ക് ആ ഫീലിംഗ് ഇഷ്ടമല്ല. മുടിയിൽ അതേപോലെ ഡ്രൈ ഫ്ലേക്സും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഹെയർ ഓയിൽ ചെയ്യുന്നത്.
അപ്പം നിങ്ങൾ നിങ്ങളെ മുടീനെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോരോ കാര്യം ചെയ്യാൻ. ഞാൻ വേറെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ കോക്കനട്ട് ഓയിൽ ഹീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഹീറ്റ് ചെയ്തതിന് ശേഷം അതിൽ 1-2 വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസും കൂടി അതിലേക്ക് ആഡ് ചെയ്യും. അത് ഞാൻ എപ്പോഴും ഒന്നും ചെയ്യാറില്ല, 3 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ, ഭയങ്കര റെയർ ആയിട്ട് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അതും നമ്മളെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ചൂടാക്കുമ്പോൾ ഇടരുത്, ചൂടാക്കിയതിന് ശേഷം കോക്കനട്ട് ഓയിലിലേക്ക് ഇട്ടിട്ട് അതും നല്ലപോലെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മസാജ് ചെയ്തിട്ട് അരമണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയുന്നത്. പിന്നെ ഞാൻ ഷാംപൂ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ എപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴും ഷാംപൂവും കണ്ടീഷണറും യൂസ് ചെയ്തിട്ട് മാത്രമേ തല കഴുകാറുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന്, ആ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അത് ഞാൻ വാഷ് ചെയ്ത് കളയുന്നുണ്ട് വിത്ത് എ ഗുഡ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ. ഞാൻ ഇന്ന ഷാംപൂ ആണ് യൂസ് ചെയ്യല് അല്ലെങ്കിൽ ഞാൻ ഇന്ന കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റേഞ്ചസ് ഉണ്ട്. ഞാൻ ലോറിയലിൻ്റെ ഭയങ്കര ഫാനാണ്. ലോറിയലിന് തന്നെ കുറേ റേഞ്ചസ് ഉണ്ട്, അതിൽ ഞാൻ 2-3 യൂസ് ചെയ്തിട്ടുണ്ടായിനി ആൻഡ് ഐ റിയലി ലൈക്ക് ദം. പിന്നെ ഡൗവിൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ സാഷ് ആയിട്ട് വരുന്നില്ലേ 5 രൂപേൻ്റെ, അതും ഞാൻ യൂസ് ചെയ്യലുണ്ട്. അതും എനിക്ക് എൻ്റെ മുടിക്ക് നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അല്ലെങ്കിൽ ഇടവിട്ടിട്ടുള്ള ദിവസങ്ങളിൽ കുടിക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ധാത്രീൻ്റെ ഒരു ഷാംപൂ ഉണ്ട്, ഇറ്റ് ഈസ് ഓൾസോ റിയലി ഗുഡ്. ഞാൻ കുറേ മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അതാണ് യൂസ് ചെയ്തുകൊണ്ടുണ്ടായത്. സോ ഈ 3 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഷാംപൂസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതൊന്നും ആഡല്ല, ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഷാംപൂ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും ഷാംപൂ ഡയറക്റ്റ് എൻ്റെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യില്ല. ഞാൻ നമ്മളെ മഗ്ഗിലേക്ക് നമ്മൾ കുറച്ച് ഷാംപൂ ഇട്ടതിന് ശേഷം അത് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യും. ഒരു 1/2 അല്ലെങ്കിൽ 1/4 ഒക്കെ വെള്ളം നിറച്ചതിന് ശേഷം ആ ഷാംപൂ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ആ അപ്ലൈ ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് എല്ലാം കൂടി ഒന്നിച്ചല്ല അപ്ലൈ ചെയ്യുന്നത്, പകരം ആ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത ഷാംപൂൻ്റെ 1/2 ആദ്യം അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയും. അതിനുശേഷം ഒന്നും കൂടി ബാക്കിയുള്ള ഷാംപൂ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയും. നമ്മൾ ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മളെ മുടിയിലുള്ള ഡേർട്ടൊക്കെ അങ്ങനെ കഴുകി കളയും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മുടി ഭയങ്കരത്തിൽ ഡ്രൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഹെയർ വാഷ് അല്ലെങ്കിൽ ഷാംപൂ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഓയിൽ ഇടണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓയിലും കൂടി പോകുമ്പോൾ നമ്മളെ മുടിയിലത്തെ ആ നാച്ചുറൽ ഓയിൽ അവിടെ തന്നെ നിർത്തിയിട്ട് എക്സ്ട്രാ ഓയിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മുടി ഭയങ്കര ഡ്രൈ ആവുകയില്ല. നമ്മൾ ഷാംപൂ കഴുകി കളഞ്ഞതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുക നമ്മളെ റൂട്ട്സിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഈ ചെയ്യുന്ന സമയത്ത് മുടി ഇങ്ങനെയും പിന്നെ അതേപോലെ ഇങ്ങനെയും ചെയ്താൽ നമ്മളെ മുടിയിൽ ആ ഒരു നാച്ചുറൽ കേൾസ് കിട്ടുന്നതായിരിക്കും. അത് നമ്മളൊരു അടുത്ത ഹെയർ വാഷ് ചെയ്യുന്നത് വരെ ആ ഒരു കേൾസ്, ഒരു നാച്ചുറൽ കേൾസ് നമ്മളെ മുടിയിൽ തന്നെ ഉണ്ടാവും. അല്ലാണ്ട് വേറെ കേളറോ അല്ലെങ്കിൽ ഹീറ്റിംഗ് പ്രൊട്ടക്റ്റൻറ്റോ യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്താൽ നമ്മളെ മുടിക്ക് അത് വലിയ ദോഷമൊന്നുമില്ല. ആൻഡ് കുറേ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കേൾസ് നമ്മളെ മുടിയിൽ തന്നെ വരും. അപ്പം ഞാൻ എൻ്റെ മുടി തണുത്ത വെള്ളം വെച്ചിട്ട് തന്നെയാണ് കഴുകല്, ചൂടുവെള്ളം യൂസ് ചെയ്യലില്ല. ചൂടുവെള്ളം യൂസ് ചെയ്യുന്നത് നമ്മളെ മുടിക്ക് നല്ലതല്ല. അപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി ഫുള്ള് ഷാംപൂ ആൻഡ് കണ്ടീഷണർ എല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മൈക്രോ ഫൈബർ ടവൽ കൊണ്ട് പാറ്റ് ചെയ്യാം. നമ്മൾ ഒരിക്കലും നമ്മളെ നോർമൽ വീട്ടിൽ ബോഡിക്ക് യൂസ് ചെയ്യുന്ന തോർത്തല്ല, പകരം മൈക്രോ ഫൈബറിൻ്റെ ടവൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ യൂസ് ചെയ്താൽ നമ്മുടെ മുടീൻ്റെ നോർമൽ ടെക്സ്ചർ പോവില്ല. ഞാൻ ചിലവർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അതായത് മുടി കഴുകി കളഞ്ഞാൽ ഇങ്ങനെ വരച്ചതിന് ശേഷം പുറത്ത് വെച്ചിട്ട് ഒറ്റ അടിക്കലാണ്. അങ്ങനെ അടിച്ചാൽ നമുക്ക് സ്പ്ലിറ്റ് എൻസും നമ്മുടെ മുടിയൊക്കെ ഡാമേജ് ആവും. അതിന് പകരം മെല്ലെ മെല്ലെ പാറ്റ് ചെയ്യാം. അതേപോലെ പാറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുത്താൽ നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത കേൾസ് കുറച്ചും കൂടി ഒന്ന് കേളായി വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഒരു മൈക്രോ ഫൈബർ ടവൽ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മുടി നാച്ചുറലി ആയിട്ടാണ് ഉണക്കൽ. സാധാരണ ഒന്നെങ്കിൽ ഫാനിൻ്റെ അടിയിലോ അല്ലെങ്കിൽ വെയിലത്ത് കൊണ്ടുപോയിട്ടാണ് ഉണക്കൽ. അതല്ലാണ്ട് ഒരു ഹെയർ ഡ്രയറോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹീറ്ററോ ഒന്നും വെച്ചിട്ടല്ല ഞാൻ എൻ്റെ മുടി ഉണക്കൽ. സോ അതുപോലെ തന്നെ വെറ്റ് ഹെയറുമായിട്ട് കിടന്നുറങ്ങരുത്. ഒരിക്കലും രാത്രി തല കഴുകരുത്. തല കഴുകിയാൽ തന്നെ അത് ഫുൾ ഉണങ്ങുന്നത് വരെ നമ്മൾ ഉറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ മുടി കെട്ടിവെക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് പകൽ കുളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് നമ്മൾ കിടക്കുന്ന സമയമാകുമ്പോഴേക്കും മുടി ഫുൾ ഉണങ്ങിയിട്ട് നമുക്ക് കെട്ടാനുള്ള പാകത്തിലായിരിക്കണം.
ഞാൻ എൻ്റെ മുടിയിൽ ഇതുവരെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. അതേപോലെ ഞാൻ എൻ്റെ മുടിയിൽ സ്ട്രെയിറ്ററോ കേളറോ അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ് പ്രൊട്ടക്റ്റൻറ്റും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ 3 or 4 പ്രാവശ്യമാണ് മുടിയിൽ ബ്ലോ ഡ്രൈനോ അല്ലെങ്കിൽ ഹെയർ സ്ട്രെയിറ്റ്നറോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 പ്രാവശ്യവും ഹെയർ കട്ട് ചെയ്യാൻ പോയ സമയത്ത് അവിടുന്ന് ചെയ്തെന്നല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് 1 or 2 പ്രാവശ്യം മാത്രമേ എൻ്റെ മുടിയിൽ ഹീറ്റിംഗ് പ്രൊട്ടക്റ്റൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാനപ്പോൾ എൻ്റെ മുടിയിൽ ഒന്നും യൂസ് ചെയ്യില്ല. ഞാൻ ആകെ ഹെയർ കട്ട് മാത്രമേ ചെയ്യില്ലല്ലോ. മുടിയിൽ ഞാൻ നോർമലായിട്ടുള്ള സ്ട്രെയിറ്റ് കട്ടാണ് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അത് ലെയർ അടിച്ച പോലെ തോന്നുന്നത് എൻ്റെ എൻഡിലുള്ള കേൾസ് കാരണമാണ്, അല്ലാണ്ട് എൻ്റെ നോർമൽ സ്ട്രെയിറ്റ് കട്ടാണ്. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ മുടി കളർ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ മുടി കളർ ചെയ്താൽ മുടി ഡാമേജ് ആവുമോ എന്നുള്ളത് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് മുടി ഇതുവരെ കളർ ചെയ്യാത്തത്. അതിപ്പോഴും നമ്മളൊരു പെൻഡിങ് ലിസ്റ്റിൽ ബാക്കിയാണ്. അപ്പോൾ എൻ്റെ മുടി കളർ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടിയുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സൾഫേറ്റ് ഫ്രീ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിക്കൽ ഡവ് ആയിരിക്കും. ഡോവിൻ്റെ 5 രൂപയുടെ സാഷയില്ലേ, അതാണ് ഞാൻ വാങ്ങിക്കല്. അതല്ലാണ്ട് ലോറിയലിൻ്റെ എല്ലാ ഷാംപൂസും കണ്ടീഷണറും അടിപൊളിയാണ്. അവർക്ക് കുറേ റേഞ്ചസ് ഉണ്ട്, കുറേ ടൈപ്സ് ഓഫ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉണ്ട്. അതിൽ ഞാൻ 2 സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് രണ്ടും അടിപൊളിയായിട്ടുള്ള ഷാംപൂസ് ആണ്. അതല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് ഈ ഒരു ഹെയർ സെറം. ലോറിയലിൻ്റെ തന്നെ ഹെയർ സെറാണ്, ഭയങ്കര അടിപൊളിയാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെയൊന്നുമല്ല, ഇത് ഞാൻ ജെന്യൂൻലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്യാം. ആൻഡ് ഇതിന് കുറച്ചധികം റേറ്റ് ഉണ്ട്, അറൗണ്ട് 650 റുപ്പീസാണ് ഇതിന്. പക്ഷേ ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 2 കൊല്ലമായി, ഇതുവരെ ഹാഫ് ആയതേ ഉള്ളൂ. ആൻഡ് ഇത് എപ്പോഴൊന്നും യൂസ് ചെയ്യില്ല, പക്ഷെ വല്ലപ്പോഴും മുടി ഇങ്ങനെ ഭയങ്കര പാറി കിടക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1-2 ഡ്രോപ്സ് കയ്യിലെടുത്തതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു നാച്ചുറൽ ഷൈൻ എന്തായാലും മുടിക്ക് കിട്ടും. ഇപ്പം ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഇതാണ് എൻ്റെ മുടീൻ്റെ ഒരു കോലം എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യാം. അതല്ലാണ്ട് ഇതിന് നല്ലൊരു സ്മെല്ലും കൂടിയുണ്ട്. സോ ആ മുടിക്ക് ഭയങ്കര ഓയിലി ഫീലിങ്ങും ഇത് തരുന്നില്ല. അതുകൊണ്ട് തന്നെ മുടി ഒതുങ്ങി നിൽക്കും, പക്ഷെ ആ ഒരു ഓയിലി ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പം ഇത് വാങ്ങണം എന്നില്ലവർക്ക് ഞാൻ ലിങ്ക് ഇതിൽ ടാഗ് ചെയ്യാം. മുടി പാറിക്കിടക്കുന്നവരാണ് കുറച്ചൊന്ന് ഒതുക്കി നിർത്തണം, അല്ലെങ്കിൽ ആ ഒരു ഷൈൻ വേണം, അല്ലെങ്കിൽ ഒരു നല്ല സ്മെല്ല് വേണം എന്നുള്ളവർക്ക് ഇത് വാങ്ങിക്കാം. ആ പൈസക്ക് ഇത് ഭയങ്കര വേർത്താണ്. കാരണം 650 റുപ്പീസ് കൊടുത്താലും ഇത് കുറേ കാലം നിൽക്കും. ജസ്റ്റ് ഒരു ഡ്രോപ്പ് മതി നമ്മളെ മുടി ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലോറിയലിൻ്റെ ഈ ഒരു നൈറ്റ് ക്രീമാണ്. ഇത് ലോറിയൽ പാരീസിൻ്റെ ഹൈഡ്ര ഫില്ലിംഗ് നൈറ്റ് ക്രീം ഇതാണ്. ഇത് ഞാൻ എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല. ഇതേപോലെ വല്ലപ്പോഴും തല കഴുകി കഴിഞ്ഞാൽ എൻ്റെ റൂട്ട്സ് ഒക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും എനിക്ക് കിടക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ചില ദിവസങ്ങളിൽ ഇതും കൂടി മിക്സ് ചെയ്യാറുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കൽ. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴേക്ക് ആ മുടി ഒന്ന് പാറി കിടക്കുന്നതിന് പകരം കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കലുണ്ട്. സോ ഇതാണ് വേറൊരു പ്രൊഡക്റ്റ്. എൻ്റെ മുടി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ആണ്. ഇവിടെ ഒന്നും മുടി അങ്ങനെ ഇല്ല, ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സെറം അപ്ലൈ ചെയ്യുന്നത്. ഇത് മിനിമലിസ്റ്റിൻ്റെ ഹെയർ ഗ്രോത്ത് ആക്റ്റീവ് 80% എന്ന് പറയുന്നത് ഒരു ഹെയർ സെറാണ്. ഇതിൽ പറയുന്നത് റെഡ്യൂസസ് ഹെയർ ഫോൾ, ബൂസ്റ്റ് ഗ്രോത്ത് ഫോർ ഹെയർ. ഇതാണ് ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് മുമ്പ് ഞാൻ വിഷ് കെയറിൻ്റെ ഈ ഒരു സെറം കൂടി യൂസ് ചെയ്തുകൊണ്ടുണ്ടായിനി. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് ഞാനൊരു റോസ്മെരി ഹെയർ സ്പ്രേയും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടായിനി, അത് കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഇതാണ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്, ഈ മിനിമലിസ്റ്റിൻ്റെ ഹെയർ ഗ്രോത്ത് സെറം. ഇത് ഞാൻ എല്ലാ ദിവസവും ഒന്നും അപ്ലൈ ചെയ്യില്ല. ഇതേപോലെ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. ഇതന്നെ രാത്രി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്തതിന് ശേഷം കെട്ടിവെച്ച് കിടന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസം കഴുകി കളയാനൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്ട്സ് ഒന്നും പ്രൊമോഷൻ്റെ ഭാഗമായിട്ടോ അല്ലെ ആഡിൻ്റെ ഭാഗമായിട്ടോ കൊളാബിൻ്റെ ഭാഗമായിട്ടോ ഒന്നും പറയുന്നതല്ല. ഞാൻ ജെന്യൂൻലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. പ്രൊഡക്ട്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കയറിയിട്ട് വാങ്ങിക്കാം. ഞാൻ ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്യുന്ന പോലെ തന്നെ വല്ലപ്പോഴും ചെമ്പരത്തി താളിയും കൂടി തലയിൽ അപ്ലൈ ചെയ്യലുണ്ട്. കൊല്ലത്തിൽ 1, 2, 3 പ്രാവശ്യം ഞാൻ ചെമ്പരത്തി താളി ആക്കി അരച്ചതിന് ശേഷം ഹെയർ മാസ്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയലുണ്ട്. അതിൽ ഞാൻ ആഡ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് നമ്മളെ ചെമ്പരത്തിൻ്റെ ഇല, ഹിബിസ്കസ് ലീഫ്, അതിൻ്റെ പൂവ്, പിന്നെ അതല്ലാണ്ട് കറിവേപ്പില വിച്ച് ഈസ് കറി ലീവ്സ്, അതല്ലാണ്ട് വേപ്പിൻ്റെ ഇല, ആലുവേറ, ഇത് 5ഉം കൂടിയിട്ട് വെള്ളത്തിൽ അരക്കുന്നതിന് പകരം കഞ്ഞി വെള്ളത്തിലാണ് മിക്സിയിലിട്ടിട്ട് അരക്കുന്നത്.
നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. പക്ഷെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഹെയർ മാസ്കും കൂടി അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയാം. വേണമെങ്കിൽ ഷാമ്പൂ കണ്ടീഷണറും യൂസ് ചെയ്തിട്ട് അതിൻ്റെ പൊടികളൊക്കെ കളയാം. ഇല്ലെങ്കിൽ ഹെയർ മാസ്ക് ഇട്ടാൽ ആ ചെമ്പരത്തീൻ്റെ ഗ്രെയിൻസ് ഒക്കെ, ചെമ്പരത്തീൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മളെ തലയിലുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് പിറ്റേ ദിവസം ഓഫീസൊന്നും ഇല്ല, ലീവിലൊരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, ഹെയർ വാഷ് ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് കഴുകി കളയണമെന്നില്ല. അതല്ലാണ്ട് പിറ്റേ ദിവസം ഓഫീസോ അല്ലെങ്കിൽ സ്കൂളോ കോളേജോ ഉള്ളവരാണെങ്കിൽ അത് ഷാമ്പൂ കണ്ടീഷണർ ഇട്ടിട്ട് കഴുകി കളയാം. അങ്ങനെ ചെയ്യുന്നതും നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ ഈ ഹിബിസ്കസ് ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് വാങ്ങിക്കുന്നതിന് പകരം ഈ ചെമ്പരത്തിൻ്റെ പൂവും താളിയും ഒക്കെ എല്ലായിടത്തും കിട്ടുന്നൊരു കാര്യമാണ്. ഇപ്പം നാട്ടിൻപുറത്തുള്ളവരാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പോകുന്നതിന് പകരം ഇതുപോലെ വല്ലപ്പോഴും നാച്ചുറലായിട്ടുള്ള ഹെയർ മാസ്ക് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അതല്ലാണ്ട് ഞാൻ ചെയ്യുന്ന വേറൊരു ഹെയർ മാസ്ക് എന്ന് പറയുന്നതാണ് ഫെനുഗ്രിക് പേസ്റ്റ്. നമ്മൾ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം പിറ്റേ ദിവസം അരച്ചിട്ട് നമ്മൾ തലയിൽ ഇതേപോലെ ഹെയർ മാസ്ക് ആയിട്ട് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാം. അങ്ങനെയാണെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നല്ല മാറ്റം വരും. പക്ഷേ ഇതേപോലെ ഒരു സ്മെല്ലും പിന്നെ നല്ല പൊടിയും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പിറ്റേ ദിവസം ഒരു 2 ദിവസം ലീവ് ഉണ്ടെങ്കിലെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ആ ഒരു സ്മെല്ലും ആ കുറേ പാർട്ടിക്കിൾസ് ഒക്കെ മുടിയിലുണ്ടാവും. അതിനേക്കാളും നല്ലത് ലീവിലെ ദിവസം അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഫുള്ള് കഴുകി കളയാം. അപ്പോൾ അതാണ് 2 ഹെയർ മാസ്ക് ഞാൻ അപ്ലൈ ചെയ്യൽ എൻ്റെ തലയിൽ. പിന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മുടിയിൽ ഒരു ദിവസം 1-2 പ്രാവശ്യം മാത്രമേ കോമ്പ് യൂസ് ചെയ്തിട്ട് ഹെയർ ഒതുക്കലുള്ളൂ. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വൈഡായിട്ടുള്ള കോമ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വെറ്റ് ഹെയറിൽ ഒരിക്കലും നമ്മൾ മുടി ചെയ്യരുത്. ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മളൊരു കോമ്പ് യൂസ് ചെയ്തിട്ട് നമ്മളെ മുടി വാരാൻ പാടുള്ളൂ. പിന്നെ അതല്ലാണ്ട് ഞാൻ എപ്പോഴും കിടക്കുന്നതിന് മുന്നേ എൻ്റെ മുടി നല്ലപോലെ മസാജ് ചെയ്യലുണ്ട്. മസാജ് ഇപ്പോൾ ഫോൺ നോക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഫ്രീ ആണെങ്കിൽ ഇതുപോലെ മസാജ് ചെയ്യാം. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും ആൻഡ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്നതിന് പകരം രാത്രി ഒരു സാറ്റിൻ്റെ സ്ക്രഞ്ചോ അല്ലെങ്കിൽ സാറ്റിൻ്റെ പില്ലോ യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമ്മുടെ മുടിക്ക് വരുന്ന ഡാമേജ് ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മുടി ഇളക്കിയിട്ടാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഇളക്കിയിട്ടാൽ കാറ്റും ഒക്കെ കാരണം നോട്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് ആൻഡ് അത് ഭയങ്കര മുടിക്ക് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ഇളക്കിയിടുന്നവരാണെങ്കിൽ ഓക്കെ, പക്ഷെ ബസ്സിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ മുടി ചെറുതായിട്ടൊന്ന് കെട്ടി വെക്കാം. അതിനുശേഷം ബസ് ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ഇളക്കിയിടാം. അതും അധികം ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. എപ്പോഴും മുടി ഇളക്കിയിട്ടാൽ നമ്മുടെ മുടിക്ക് ഭയങ്കര ഡാമേജ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതായത് കാറ്റ് കാരണം നോട്ട്സ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ മുടി എപ്പോഴും കെട്ടിയിടുന്നതും നല്ലതല്ല. അതുകൊണ്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ മുടി കെട്ടി വെച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി ഓപ്പൺ ചെയ്ത് ഇടാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ മുടീനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും മുടിക്കും ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. അതായത് ഗ്രോത്ത് ഫേസും ഷെഡിങ് ഫേസും നമ്മളെ മുടിക്കുണ്ട്. അപ്പോൾ ചില സമയത്ത് ശ്രദ്ധിച്ചാൽ നമ്മൾ ഹെയർ ഫോളിൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് കാരണം എന്ന് പറയുന്നത് അധിക സമയത്തും നമ്മളെ മുടി ആ ഒരു ഷെഡിങ് ഫേസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അത്രയധികം ഹെയർ ലോസ് ആയി പോകുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ ഷെഡിങ് ഫേസ് എപ്പോഴാണ്, എൻ്റെ ഗ്രോത്ത് ഫേസ് എപ്പോഴാണെന്നുള്ളതൊക്കെ ഒരു ധാരണയുണ്ട്. നമ്മളെ മുടിക്ക് ഇതേപോലെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എപ്പോഴാണ് ഹെയർ ഫോള് നല്ലോണം എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ നമുക്കൊരു പെർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഇത്രയാണ് നമ്മളെ ഗ്രോത്ത് ഫേസ്, അത് കഴിഞ്ഞിട്ട് ഇത്രയാണ് നമ്മളെ ഷെഡിങ് ഫേസ് എന്നുള്ളത്. മുമ്പൊക്കെ ഞാൻ ഇതേപോലെ ഹെയർ നല്ലോണമായിട്ട് പോകുമ്പോൾ ഭയങ്കര പാനിക് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ആ പാനിക് ഉണ്ടാവലില്ല. അതുകൊണ്ട് തന്നെ അത് നോർമൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി തുടങ്ങി. നമ്മൾ ഇതേപോലെ നമ്മളെ മുടീനെ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് നമ്മൾ അതിനനുസരിച്ച് കെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ ഗ്രോത്ത് ഫേസ് എപ്പോഴാണ്, നമ്മളെ ഷെഡിങ് ഫേസ് എപ്പോഴാണെന്നുള്ളതൊക്കെ. അതുകൊണ്ട് മുടീനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് കുറേ. അതിലൊന്നാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മുടി ഹെയർ കട്ട് ചെയ്യുന്നത്. നമ്മളെ മുടി വീട്ടിൽ നിന്ന് തന്നെ ജസ്റ്റ് അറ്റം വെട്ടുന്നതായിരിക്കും. പക്ഷെ ആ വെട്ടുന്നത് നമ്മളെ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പേപ്പർ മുറിക്കുന്ന, വീട്ടിലെപ്പോഴും യൂസ് ചെയ്യുന്ന കത്രിക കൊണ്ടായിരിക്കും നമ്മളെ ഹെയർ കട്ട് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്താൽ നമ്മളെ ഹെയർ ഡാമേജ് ആവാനും അതേപോലെ സ്പ്ലിറ്റ് എൻഡ് വരാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങളൊരു സലൂണിൽ പോയിട്ടാണ് മുടി മുറിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും, കുറച്ച് സ്ലോ ആയിരിക്കും. പക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്നാണ് ഹെയർ കട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച, ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻഡ്സ് വരാനുള്ള ഭയങ്കര ചാൻസസ് ഉണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന കത്രിക
നമ്മളെ മുടിക്ക് വേണ്ടി ഉണ്ടാക്കിയ കത്രിക അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റേതായിട്ടുള്ള കത്രിക വാങ്ങിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ഹെയറും ഹെൽത്തി ഹെയറും രണ്ടും ഒന്നല്ല, രണ്ടും വേറെ വേറെ കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ബ്യൂട്ടിഫുൾ ഹെയറിന് നമ്മൾ ഇഷ്ടം പോലെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ബൊട്ടോക്സ്, കെരാറ്റിൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ്. ഇതൊന്നും നല്ലതല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതല്ലാണ്ട് നമ്മൾ മുടി നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ വഴികൾ നമ്മളുടെ അടുത്തുണ്ട്. ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റിനും എതിരെയല്ല, ഇതിപ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ല എന്നുള്ളതും അല്ല പറയുന്നത്. പക്ഷേ അതിന് പ്രിഫർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതുപോലെ ചെയ്താൽ, നമ്മൾ നാച്ചുറൽ വേ അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി വേ ആയിട്ട് പോയാൽ ഒരു ഹെൽത്തി ഹെയർ നമ്മളെ കൂടെ കുറേ കാലം ഉണ്ടാവും. പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ ഹെയർ, ഇപ്പോൾ ഒരു ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ നമ്മളെ കൂടെ അത്ര കാലമൊന്നും ഉണ്ടാവില്ല. അതേപോലെ നമ്മളെ ഹെയറിന് ഡാമേജ് വരാനുള്ള ചാൻസസും ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ പലരിതും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു പ്രാവശ്യം ട്രീറ്റ് ചെയ്താൽ പിന്നെയും ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സ്ട്രേറ്റ് ചെയ്ത ഹെയർ ആണെങ്കിൽ കുറേ കഴിയുമ്പോൾ അവർ നാച്ചുറൽ കേർട്സ് വരാൻ തുടങ്ങും. അപ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ പിന്നെ അവർക്ക് ആദ്യമേ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതിനേക്കാളും നല്ലത് നമ്മളെ മുടി എങ്ങനെയാണോ ഉള്ളത് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക, ഒരു ഹെൽത്തി ഹെയർ ആക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ഹെയർ ആയിക്കൂടാ, പകരം നാച്ചുറൽ ഹെൽത്തി ഹെയർ ആയിരിക്കണം. ഇങ്ങനെ ഹെൽത്തി ആയാൽ തന്നെ നമ്മുടെ മുടി ബ്യൂട്ടിഫുൾ ഹെയർ ആയിക്കോളും. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ മുടി ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ എല്ലാവരെയും ഡൗട്ട്സും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം, എൻ്റെ മുടി ട്രീറ്റഡ് അല്ല, ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. ഞാനിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന മുടിയാണ്. അതേപോലെ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുള്ളത് സ്ട്രെയിറ്റ് കട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതല്ലാണ്ട് ഇതുവരെ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുറേ ഹെയർ കെയറും സ്കിൻ കെയറും വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.